സീസൺ 4. ജോബി, ഒരു ഗ്രാൻഡ് ഫിനാലെ എന്നൊക്കെ പറയില്ലേ, ഒരു വെടിക്കെട്ട പെർഫോമൻസ്. ഐ മീൻ, എനിക്കറിയില്ല, എല്ലാവരും അകത്തുനിന്ന് ഒരു എനർജി വന്ന് ജോബി പാടിയത്. പാട്ട് ഒത്തിരി പ്രാവശ്യം കേട്ട പാട്ടാണ്. അതിന്റെ ഒരു അതുപോലെ തന്നെ തോന്നി അല്ലെ? ഡാൻസേഴ്സ് ഇത്രയും നല്ല ഡാൻസറാണോ? എന്താണ്, സൂപ്പറായിരുന്നു. അനൂപ്, രഞ്ജിനി, കഴിഞ്ഞ സ്റ്റേജ് തുടങ്ങിയപ്പോ ദേവാസുരത്തിലെ സൂര്യകിരീടത്തിൽ പതറിപ്പോയ ജോബിയെ ഞാൻ സിമ്പതിയിലാണ് കെട്ടിപ്പിടിച്ചത്. ബട്ട് ഇന്ന് അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം കെട്ടിപ്പിടിക്കും. അത് മാത്രമല്ലാതെ ഒരു വെരി സ്പെഷ്യൽ കാര്യം, നമ്മൾ ഈ റീമിക്സ് റൗണ്ടിൽ ഒരുപാട് പേരുടെ പെർഫോമൻസ് കണ്ടു. നല്ല സിംഗേഴ്സ് ഉണ്ടായിരുന്നു, നല്ല ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ വിശ്വാസത്തിൽ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് സിംഗിങ് ആൻഡ് ഡാൻസിങ്, ഇത്രയും നല്ലൊരു പെർഫെക്റ്റ് ബ്ലെൻഡ് സ്റ്റാർ സിംഗറിൽ നമുക്കിത് ആദ്യമായിട്ടാണ്. ആൻഡ് വേറെ ഒന്നും പറയാനില്ല, സന്തോഷം എന്ന വാക്ക് മാത്രം. ശ്രീയേട്ട, ജോബിഞ്ഞു വാ. വെരി ഗുഡ്, നന്നായിരുന്നു അസുര. ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഫാന്റാസ്റ്റിക്. കാരണം ഇങ്ങനെ എനിക്ക് ഇത്രത്തോളം അപ്പീലിംഗ് ആയിട്ട് തോന്നിയത് 2007 ഒരു പ്രാവശ്യം ഞങ്ങളെല്ലാം എണ്ണീറ്റ് നിന്ന് സല്യൂട്ട് ചെയ്തു. അതായത് നജീം ഗസല് പാടിയപ്പോഴും. പക്ഷെ ഇത് ആ കാറ്റഗറി അല്ലെങ്കിൽ പോലും ഒരു പോയിന്റ് ഓഫ് മിസ്റ്റേക്കും കൂടാതെ, ഒരു ജസ്റ്റ് എവിടെങ്കിലും ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ഇത്രയും മനോഹരമായിട്ട് ഡാൻസും ചെയ്തു എന്ന് പറഞ്ഞതിൽ ഭയങ്കര, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം ഈ പ്രേക്ഷകർക്കും എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്നവർക്കും കണ്ടവർക്കും എല്ലാവർക്കും നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. സൂപ്പർ. താങ്ക് യു ഫോർ ദ പെർഫോമൻസ്. വേറൊന്നുമല്ല, ഇത്രയും ദിവസം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഗിഫ്റ്റ് ആണ്. ദിസ് ഇസ് ഐ എം ഗിവിംഗ് യു 27. ശരത് ജോബി ഇവിടെ വരണ്ട, അവിടെ നിൽക്കി. വളരെ നന്നായിട്ടുണ്ടോ മോനെ? ഗുഡ്. കാര്യം അത് എന്താ പറയണ്ടേ, ഒന്നും എഴുതിയിട്ടില്ല ഞാൻ. ഇതാ ആദ്യമായിട്ടൊന്നും എഴുതാതിരിക്കുക. കാര്യം അതത്ര, ഇനി അതിനകത്ത് എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടോ എന്ന് പോലും അറിയാമോ? കാര്യം ജോബി നമ്മളൊക്കെ എടുത്തോണ്ട് പോയി. അതുകൊണ്ടാണ്. ഉഗ്രനായിരുന്നു മോനെ. കാര്യം ഇത്രയും ഡാൻസ് കളിക്കുന്ന ഞാൻ കരുതിയില്ല കേട്ടോ. ഇതെന്തോന്നിത്, ഞെട്ടിച്ചു. ഞാൻ വിചാരിച്ചു ഭയങ്കര കുളമായിരിക്കുമെന്ന്. ഞാൻ സത്യം ഞാൻ ചിരിക്കാൻ വേണ്ടി ഇരുന്നതാ ജോബി കാണിക്കുന്ന ഓരോ വികൃതിയൊക്കെ കണ്ടിട്ട്. പക്ഷെ ഞെട്ടിപ്പോയി, അപ്സൈഡ് ഡൗൺ ആയിപ്പോയി. അതല്ല, അങ്ങനെ ഇത്രയും പെർഫോം ചെയ്തിട്ട് ഇത്ര ക്ലീനായിട്ട് പാടി ഗോപി എന്ന് സോറി ജോബി ഇത്ര വൃത്തിയായിട്ട് പെർഫോം ചെയ്തിട്ട് ഇങ്ങനെ പാടാന്നുള്ള വലിയ പാടാമോനെ. സമ്മതിച്ചു കേട്ടോ. ഒന്നായിരുന്നു. കാര്യം ജോബി കുറേ ദൂരം പോകും ജോബി, ഷുവറായിട്ട്. ഞാനും അണ്ണാച്ചിൽ നിന്ന് ഒട്ടും കുറയുന്നില്ല. 27. എക്സലന്റ്. ചിത്ര ചേച്ചി തകർത്തു. ഞാനും ഒന്നും എഴുതിയില്ല, ആകെ ഒരേ ഒരു സാധനം മാത്രം എഴുതി. അതിപ്പോ പറയണോന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഹുദി എന്നൊരു വാക്കുണ്ടായിരുന്നില്ലേ? ഹാ തന്നെ ഖുദിയാണോ അത് വെറും കുതിയാണോ? എന്താ എനിക്ക് കുതി എന്ന് പറഞ്ഞ ആണ്, അങ്ങനെ തന്നെയാണോ പറഞ്ഞേ? ശരി, അപ്പൊ അതും എടുത്തു കേട്ടോ. എനിക്ക് എന്നെ ഏറ്റവും അതിശയിപ്പിച്ച എന്താ വെച്ചാൽ, എന്നെ കുനിഞ്ഞൊക്കെ ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ എണീറ്റൊക്കെ വന്നില്ലേ പാടിക്കൊണ്ട്. എന്റെ മോനെ നമുക്കാർക്കും പറ്റില്ല കേട്ടോ. എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഒന്ന് അനങ്ങിയാൽ അതൊന്ന് എനിക്കൊക്കെ ശബ്ദത്തിൽ വേരിയേഷൻ വരുന്നു. പക്ഷെ പിച്ചിങ്ങിലും പ്രശ്നം വന്നില്ല. ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഭയങ്കരമായിട്ട് ഡാൻസും ചെയ്ത് പാടി. വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ കേട്ടോ. മാർക്ക് കൂടുതലൊന്നും അടുത്ത പ്രാവശ്യം ഉഴപ്പില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു. അത് പ്രോമിസ് ചെയ്താല് ഞാൻ എന്റെ മാർക്ക് പറയാം. എന്നാ ജോബിക്ക് ഞാനും 27 മാർക്ക്. 27 ഓൾറെഡി 81 ആയി. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എത്ര വന്നാലും കുഴപ്പമില്ല, നമുക്ക് വാങ്ങിക്കാം. ശ്രീയേട്ടാ, ഔട്ട് ഓഫ് 10 പെർഫോമൻസിൽ 81 പ്ലസ് 1 2 3 4 10.
मुझे कुछ पल गुर्बत के फकीरन के ये चाहत के कहे बेचे मैं दिल टपटूं मिले कुछ पल गुराहत के Oh my God. 91 മാർക്സ് ആണ് ജോബിക്ക് ഈ റീമിക്സ് റൗണ്ടിലെ ജഡ്ജസ് നൽകിയത്. ഇനിയുള്ള റൗണ്ടുകളും നല്ല പെർഫോമൻസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുകൊണ്ട് പ്ലീസ് സപ്പോർട്ട് ഫോർ മീ. എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് ജോബി JOBY. അമൃത കുംഭങ്ങൾ കൈകളിലേന്തി ആഷാഢമേഘം മാനത്തു വന്നു. ആഷാഢമാസം ആത്മാവിൻ മോഹം അനുരാഗ മധുരമാമന്തരീക്ഷം. കാതൽ റോജാവേ എങ്കേ നീ എങ്കേ കണ്ണീർ വഴിയുതടി കണ്ണേ